നമുക്ക് നോക്കാം. റൈറ്റ്, ഈസിലി 360 സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ബയോളജി എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ അതിന് സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് വേണ്ടത്. +1 ആണെങ്കിൽ 22 ചാപ്റ്ററും +2 ആണെങ്കിൽ 16 ചാപ്റ്ററും. ഇത് സൈലത്തിന്റെ നിങ്ങൾ ഒരു ലേൺ എന്നൊരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എത്ര ചാപ്റ്റേഴ്സ് ആണ്, ആ ചാപ്റ്ററിന്റെ ഡിവിഷൻ മൊത്തം. ഇനി ചാപ്റ്റർ നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും ഇൻട്രൊഡക്ഷൻ വെച്ചാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ലെസൺസും ആപ്പിലെ ലെസൺസും സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻട്രൊഡക്ഷൻ വെച്ചാണ്. സയന്റിസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. അത് പ്രോപ്പർലി സ്ട്രക്ചർ ചെയ്തിട്ട് അതിന്റെ ഇമേജസ് ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സൈലത്തിന്റെ ഓരോ ലെസണും സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് കഴിഞ്ഞ് ആ ലെസണിൽ നിന്ന് വരാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് MCQ എന്ന് പറഞ്ഞ് തൊട്ടടിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ആ രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി വേർഡ് ബൈ വേർഡ് നിങ്ങൾ വായിക്കണം, സമ്മറി ഉൾപ്പെടെ. ഇനി ഡയഗ്രാംസിനെ കുറിച്ച് പറഞ്ഞാലോ, ഡയഗ്രാംസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ചില ഡയഗ്രാംസിൻ്റെയൊക്കെ അടിയിൽ കിടക്കുന്ന ഓരോരോ ടേമുകളുണ്ട്. ആ ടേമുകൾ പോലും എന്താണ്, ചോദ്യങ്ങളായി മാറാം. നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് അവിടുന്ന് ഫ്രെയിം ചെയ്യപ്പെടാം. അപ്പം ഓരോ ഫിഗറും അതിനടിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയും സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മുടെ കീഴിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ലെസൺസിൽ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ തന്നെ. സോ അപ്പം അതുകൊണ്ട് തന്നെ ഡയഗ്രാം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇമേജസ് ചിലതെല്ലാം ലേബലിംഗ് കാണത്തില്ല, പക്ഷേ അതിൻ്റെ തിയറിയിൽ കൃത്യമായ അതിൻ്റെ ഐഡിയ കൊടുത്തിട്ടുണ്ടാവും. അപ്പം സൈലത്തിൻ്റെ ലെസൺസിൽ ആ ഇമേജ് പ്രോപ്പറായിട്ട് ലേബൽ ചെയ്തിട്ട് അതിൻ്റെ തിയറി എന്താണോ പറഞ്ഞിട്ടുള്ള ആ തിയറി ഇമ്പോർട്ടൻസ് അനുസരിച്ച് തന്നെ സ്ട്രക്ചേർഡ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളിത് വായിക്കുക പോലും വേണ്ട, ഓഡിയോ ബുക്കും അവിടെ താഴെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ഓഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് പ്ലേ ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇനി നിങ്ങൾ ടേബിൾസ് ആൻഡ് ഫ്ലോ ചാർട്ട്സ്, ഓരോ ടേബിൾസും അതിന് ഇമ്പോർട്ടൻസ് എല്ലാം കൃത്യമായി മാർക്ക് ചെയ്തിട്ട് ആ ടേബിൾസിൽ നിന്ന് ഫ്ലോ ചാർട്ടിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസും റിലേറ്റഡ് MCQ ആയിട്ട് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ടാവും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ചില റിയാക്ഷൻസ് ഒക്കെയാണ്. റിയാക്ഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് കളേർഡ് ഇമേജസ് NCERTയിലെ തന്നെ സ്ട്രക്ചർ ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് NCERT വായിക്കുന്ന പോലെ തന്നെ ഈ ലെസൺസ് വായിക്കാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ പ്രാക്ടീസ് ആപ്പിൽ ഉണ്ടായിരിക്കും. ഇനി ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും അവിടെ ഉണ്ട്. ആൻഡ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ലെസൺ എന്ന ഒരു ടാഗിൽ ഇങ്ങനെ പ്രോപ്പറായിട്ട് താഴെ വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് വിട്ടുപോകുന്ന കാര്യങ്ങൾ ഒരു റൗണ്ടും കൂടെ റിവൈസ് ചെയ്യാൻ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും ഉൾപ്പെടെയുണ്ട്. ഇതാണ് മക്കളെ 360 മേടിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ബുക്ക് മാർക്ക് ചെയ്താൽ വീണ്ടും നിങ്ങൾക്കത് റീകോൾ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ലേൺ, റീകോൾ, റിവൈസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഗൈസ്.